കാണാൻ നരന്തിനെ പോലെ ആണെങ്കിലും ഒരു കാര്യത്തിന് വാശി പിടിച്ച് അവൾ പിടിച്ചടം കൊണ്ടേ പോകൂ. എങ്കി ഇപ്പോ അവളുടെ വാശി അത്ര നല്ലതിനല്ല. സന്ദീപിന്റെ കാര്യത്തില് അവളേക്കാ വാശി എനിക്ക്. ശു, അനഘ ബോധം കെട്ട് വീഴാതിരുന്നെങ്കിൽ അന്നേ എല്ലാത്തിനും ഒരു തീരുമാനമായേന്. പിന്നൊരു കാര്യം പറയാലോ, അവക്ക് ബോധം ഉണ്ടായിരുന്നു എന്ന കാര്യം അന്ന് എല്ലാവർക്കും മനസ്സിലായത്. ഇനി അവന്തിക പറ, ഇതിലിപ്പോ ഞാൻ എന്താ ചെയ്തു തരേണ്ടേ? എന്തായാലും പറഞ്ഞു. മുമ്പ് ഇതുപോലെ ഏറ്റിട്ട് പോയിട്ട് എന്താ ഉണ്ടായെന്നറിയാലോ. ഇത്തവണ എല്ലാ പഴുതുകളും അടച്ചിട്ടായിരിക്കണം ഓരോ മൂവും. അന്ന് എന്താ സംഭവിച്ചതെന്നേ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നാലും ഞാൻ പൂട്ടിയിട്ട വാതില് ആരായിരിക്കും അവക്ക് തുറന്നു കൊടുത്തത്? അതെന്തെങ്കിലും ആവട്ടെ, ഇപ്രാവശ്യം അങ്ങനൊരു അബദ്ധം എനിക്ക് പറ്റില്ല. പൂട്ടിയിട്ടാ പോരെ ഇത്തവണയും? അതെ, പൂട്ടണം. നല്ല മണിച്ചിത്ര താഴിട്ട് പൂട്ടുപൂട്ടണം. അത് പക്ഷേ വൃന്ദാവനം വീടിന്റെ വാതിലല്ല, വൃന്ദാവനത്തിലെ ആളുകളെ ഇടവും വലവും തിരിയാൻ പറ്റാത്ത പോലെ പൂട്ടണം. ഞാനിക്കാര്യത്തിന് അവന്തികയുടെ കൂടെ നിൽക്കുന്നെങ്കിലും വലിയ ദ്രോഹങ്ങളൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. അവിടെയുള്ളവർക്ക് എന്നോട് വലിയ സ്നേഹ. എനിക്കും അങ്ങനെ തന്നെയാ. സ്നേഹമാണോ പണമാണോ ഏറ്റവും വലുത്? സ്നേഹമാണെങ്കിൽ മീരയ്ക്ക് പോവാം. പോയൊരു നല്ല ഭാര്യയായിട്ടും മരുമകളായിട്ടും അമ്മയായിട്ടും ഏട്ടത്തിയായിട്ടൊക്കെ മീരയ്ക്ക് ജീവിതം തള്ളി നിൽക്കാം. അതല്ല, പണമാണ് വലുതെങ്കിൽ എന്നോടൊപ്പം നിന്ന് എന്നെ സഹായിച്ച് ജീവിതം രക്ഷപ്പെടുത്ത. പണം തന്നെയാ വലുത്. പണം ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ. അതെ, എന്ത് നാണം കെട്ടും പണം ഉണ്ടാക്കണം. ആ നാണക്കേട് പണം തന്നെ മാറ്റിക്കോളും. പ്രശ്നങ്ങളെല്ലാം തീരാൻ എത്ര വേണ്ടിവരും മീര? ഒരു 10-50,000 കിട്ടിയാ പിടിച്ചു നിൽക്കാം. 50,000 രൂപയോ? ഈ 50,000ത്തിന്റെ കണക്കൊക്കെ അങ്ങ് മറക്ക്. എന്നിട്ട് ലക്ഷങ്ങളും കോടികളും ഒക്കെ സ്വപ്നം കാണാൻ പഠിക്ക്. ഞാൻ എന്താ ചെയ്യേണ്ടത് മാത്രം പറഞ്ഞാൽ മതി, അതിനുള്ള കൂലി ഞാൻ പറയാം. അവന്തിക്ക് എന്താ ആലോചിക്കുന്നത്? ഈ വിവാഹം എങ്ങനെ നടത്തുമെന്നാണ്? അതെ, ഒരു വിവാഹം നടത്തണം. വൃന്ദാവനത്തിലെ ആതിരയുടെ വിവാഹം. അത് നമുക്ക് തന്നെ അങ്ങ് നടത്തി കൊടുത്തേക്കാം. സന്ദീപിനെ കൊണ്ട് ആതിരയെ വിവാഹം കഴിപ്പിക്കുന്ന കാര്യമാണോ ഉദ്ദേശിച്ചേ? അല്ല, സന്ദീപിനെക്കാളൊക്കെ അവർക്ക് ചേർച്ചയുള്ള വേറൊരാളെ കൊണ്ട്. ഈ വിവാഹം ആലോചിക്കുന്നതും നടത്തുന്നതൊക്കെ നമ്മളാണെങ്കിലും ഈശ്വര നിശ്ചയാണെന്നേ മറ്റുള്ളവർക്ക് തോന്നാവും. നമ്മൾ അവളെ കെട്ടിച്ചിട്ട് നമുക്കെന്താ ഗുണം? ഗുണമില്ലാത്ത ഒരു കാര്യം അവന്തിക ചെയ്യില്ല. മീരയ്ക്കും ഗുണമുണ്ടാവും. ഇവിടുന്ന് മീര വാങ്ങുന്ന ഡ്രസ്സുകളുടെ എണ്ണം അതിപ്പോ എത്ര തന്നെ ആയാലും ഞാൻ പേ ചെയ്യും. അയ്യോ, അത് കൂടാതെ മീരയുടെ അക്കൗണ്ടിലേക്ക് ചെറുതല്ലാത്തൊരു ക്യാഷ് ക്രെഡിറ്റും ആയിട്ടുണ്ടാവും. ഇനി നീ ചെയ്യാൻ പോകുന്ന ജോലിക്കുള്ള അഡ്വാൻസ് ആണത്. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് അവന്തിക ഇപ്പോഴും പറഞ്ഞില്ല. പറയാം. അച്ഛാ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ പറയാം. ആതിരയ്ക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. വീടിവിടെ അടുത്ത് തന്നെയാ. എന്റെ അകന്ന ഒരു ബന്ധത്തിലുള്ള പയ്യനാ. അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. ഒരു സഹോദരി ഉണ്ടായിരുന്നില്ല, കെട്ടിച്ചു. അവളങ്ങേ ഏറ്റുമാനൂരാ. സ്വന്തമായൊരു വീടുണ്ട് പയ്യന്, ഒരു മൊബൈൽ ഷോപ്പും ഉണ്ട്.
അച്ഛാ, നെല്ലിശ്ശേരിയുടെ അത്രയൊന്നും വരില്ല. എങ്കിലും നമ്മളെക്കാൾ നല്ല രീതിയിൽ അവർ ജീവിക്കുന്നത്. ഞാൻ അവരോട് സംസാരിച്ചു. ഇവിടെയുള്ളവർക്കും താല്പര്യമാണെങ്കിൽ നാളെ കഴിഞ്ഞ് അവരോട് വന്ന് ആതിരെ കണ്ടിട്ട് പോകാൻ പറയാം. ഞാൻ ആതിരയുടെ വിവാഹക്കാരിയെ പറഞ്ഞ. നിങ്ങളുടെയൊക്കെ മുഖഭാവം കണ്ടാ തോന്നും അവളെ തട്ടിക്കൊണ്ടു പോകുന്ന കാര്യം ഞാൻ പറഞ്ഞെന്ന്. അത് മോളെ ഇത്ര പെട്ടെന്ന് സ്ത്രീധനത്തിന്റെ കാര്യം ഓർത്താണെങ്കിൽ ഒരു വിഷമവും വേണ്ട. ഞാൻ അവരോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് കൊടുത്താലും അവർക്ക് അത് മതി. ഇനിയൊന്നും കൊടുക്കാനില്ലേ, കൊടുക്കുകയും വേണ്ട. അവർക്ക് നല്ലൊരു പെൺകുട്ടിയെ മതി. അതാ എന്നോട് പറഞ്ഞേ. അത് മോളെ അവളോടൊരു വാക്ക് ചോദിക്കാതെ നമ്മൾ എങ്ങനെ ഒരു തീരുമാനം? എന്തിന്? ആദ്യം അവര് വന്ന് പെണ്ണ് കാണട്ടെ, എന്നിട്ടല്ലേ ബാക്കി. എന്നെ ഇവിടേക്ക് കെട്ടിക്കൊണ്ട് വരുമ്പോഴേ എന്നോട് ആരും അനുവാദം ചോദിച്ചില്ലായിരുന്നു. വീട്ടിലെല്ലാവരും ഉറപ്പിച്ചു, ഞാനങ്ങ് സമ്മതിച്ചു. ആ കാലമല്ലല്ലോ മീര ഇത്. അവളോട് ചോദിക്കാതെ എങ്ങനെയാ അവരോട് വരാൻ പറയാൻ പറ്റുന്നത്? അനൂപേ, നീ അവളോട് ചെന്ന് കാര്യം പറയാ. എന്നിട്ട് എന്താ വേണ്ടെന്ന് ചോദിക്കേ. ഞാൻ വിളിക്കാം അവളെ. ആതിരേ, മോളെ ആതിരേ. എന്താമ്മേ? അനൂപിന് എന്തോ നിന്നോട് ചോദിക്കാനുണ്ടെന്ന്. അനുപേട്ടന് മടിയാ. ഞാൻ പറയാം. വേണ്ട. ഇവിടുത്തെ ചർച്ചയൊക്കെ ആ ചുവരിനപ്പുറത്ത് എനിക്ക് കേൾക്കാം. എന്റെ മറുപടിയല്ലേ എല്ലാവർക്കും അറിയേണ്ടത്. ഒരു തവണയും ഞാൻ പറയൂ, ശ്രദ്ധിച്ച് കേട്ടോളണം. എനിക്ക് മറ്റൊരു വിവാഹത്തിന് താല്പര്യമില്ല. ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്. അയാൾ ഇപ്പോഴും അവിവാഹിതനായി ജീവനോടെ തന്നെയുണ്ട്. അയാളുടെ പേര് സന്ദീപ് എന്ന. അതിലൊരു തീരുമാനം ഉണ്ടായിട്ടേ എനിക്ക് മറ്റെന്തും ഉള്ളൂ. അത് അവസാനം എന്തായി തീർന്നാലും ഞാൻ മറ്റൊരു വിവാഹത്തിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. മറ്റൊരു പുരുഷൻ ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ആഹാ, കൊള്ളാം. നല്ല സ്വപ്നം. പക്ഷെ നടക്കൂല. ഞങ്ങൾ പറയും, നീ അനുസരിക്കും. ആ ആതിര കുറച്ചു നാൾ മുൻപ് മരിച്ചു. എന്റെ ജീവിതം ഞാൻ തന്നെ തീരുമാനിക്കും. അത് ഇവിടെ പറ്റില്ല. ഈ കുടുംബത്തിനൊരു അന്തസ്സുണ്ട്. അതനുസരിച്ച് ഇവിടെ ഓരോ തീരുമാനങ്ങൾ എടുക്കൂ. അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് കയറൂരി വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. എനിക്കിഷ്ടമല്ലാത്ത ഒരാളെ എന്റെ തലയിൽ കെട്ടിവെച്ച അന്തസ്. എന്റെ ഇഷ്ടത്തിന് ഒരാളെ ഞാൻ തിരഞ്ഞെടുത്ത അത് മാനക്കേട് അല്ലേ? എങ്കി അങ്ങനെയുള്ളതാണ് ഈ വീട്ടിന് അന്തസ്സെങ്കിൽ അങ്ങനൊരു അന്തസ് എന്തിനാ? എന്നോട് ഈ കാര്യം പറയാതെ അനൂപേട്ടനും അച്ഛനും അമ്മയും മടിച്ചു നിന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇതിനു വേണ്ടി ഏട്ടത്തിപ്പ എന്നോട് വഴക്കൂടുന്ന എന്തിനാണെന്നറിയോ? എന്നെ മനസ്സിലാക്കിയവരും എന്നെ മനസ്സിലാക്കാത്തവരും ഈ വീട്ടിലുണ്ടെന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാ. സന്ദീപ് എന്ന് പറയുന്ന ആളില്ലാതെ ഞാൻ ജീവിക്കില്ലെന്നല്ല. ഇത് ഇത്രയായ സ്ഥിതിക്ക് അതിനൊരു തീരുമാനം എനിക്കറിയണം. ഇനി ഇതിൽ എന്ത് തീരുമാനം അറിയാനാ? ആ സന്ദീപ് എന്ന് പറയുന്നവൻ അനഘയ്ക്ക് നേരെ നീട്ടിയിരിക്കുന്ന താലിയുടെ ഇടയിലേക്കാ നീ വലിഞ്ഞു കയറാൻ ശ്രമിക്കുന്നത്. അവളില്ലെങ്കിൽ നീ എന്ന അവന്റെ ഇരട്ടത്താപ്പിലേക്ക് നീ കയറി ചെല്ലണ്ട. എനിക്കൊരു വഴക്കിന് താല്പര്യമില്ല. ഒന്നാമത് ഞാൻ കാരണം ഈ വീട്ടിലാർക്കും സമാധാനം കിട്ടുന്നില്ല എന്നുള്ള കുറ്റബോധം എനിക്കുണ്ട്. എന്നെ വിളിച്ചു, തീരുമാനം ചോദിച്ചു, ഞാൻ പറഞ്ഞു. ആതിരേ, നീ പറഞ്ഞതെല്ലാം കേട്ടു. അത് സമ്മതിച്ചു തന്നാലും സന്ദീപിന്റെ കാര്യത്തിൽ ഇവിടെ ആർക്കും ഒരു പ്രതീക്ഷയില്ല. നിന്റെ ഇഷ്ടത്തിലും അച്ഛൻ്റെ വാക്കിലും വിശ്വസിച്ച താല്പര്യമില്ലാതിരുന്നിട്ടും
ആ വിവാഹത്തിന് ഞങ്ങളെല്ലാവരും വന്നത്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ആ വിവാഹം നടക്കാതെ പോയത്. നിന്റെ ഇഷ്ടത്തിനും അവളുടെ വാക്കിനും വിലയില്ലെന്ന് അന്ന് ബോധ്യമായതാ. ഇനിയൊരു വിവാഹം അവർ തീരുമാനിച്ചാൽ ആ മുഹൂർത്തത്തിൽ അത് നടക്കും. അത് സന്ദീപൻ അച്ഛനോടുള്ള സിമ്പതി കൊണ്ടായാലും എന്ത് കാരണം കൊണ്ടായാലും കരയുന്നത് നീയാണ്. അത് കാണാൻ ഞങ്ങളും. ഒരാശ്വാസവാക്കിലോ സമാധാനിപ്പിക്കലിലോ നിന്റെ കണ്ണീര് തോരില്ല. അവസാനം നീ ഇവിടെ തന്നെ നിന്നു പോവും. ഞാൻ സംസാരിക്കല്ലേ? അതുകൊണ്ട് നിന്നെ കാണാൻ അവരോട് വരാൻ പറയാൻ പോവാ ഞാൻ. നീ നേരത്തെ പറഞ്ഞ പോലെ നിന്നെ മനസ്സിലാക്കിയതുകൊണ്ടാ ഇങ്ങനൊരു തീരുമാനം. ഇതെന്റെ മാത്രമല്ല, അച്ഛൻ്റെ അമ്മയുടെയും കൂടി തീരുമാനം ഞാൻ പറഞ്ഞത്. ഇതായിരുന്നു ശരിയെന്ന് എന്തെങ്കിലും നിനക്ക് മനസ്സിലാവും. നാളെ ഒരു സമയത്ത് നിനക്കത് മനസ്സിലാവണമെങ്കിൽ ഇന്ന് നീ ഞങ്ങളോടൊപ്പം നിൽക്കണം. അനിയത്തിയുടെ കണ്ണീരിന് മറുപടി പറയാനില്ലാത്തൊരു ഏട്ടൻ്റെ അപേക്ഷയാണ്. ഹലോ മോളെ. ചേച്ചി, എന്താ മോളെ, എന്താ പറ്റിയേ? നീ കാര്യം പറയ. നാളെ കഴിഞ്ഞ് എന്നെ ഒരു പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ആരാ മോളെ? അനുപെണ്ണാണോ നിന്നോട് പറഞ്ഞ? ആതിരയ്ക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. വീട് ഇവിടെ അടുത്ത് തന്നെയാ. എന്റെ അകന്ന ഒരു ബന്ധത്തിലുള്ള പയ്യനാ. നിന്നെ കാണാൻ അവരോട് വരാൻ പറയാൻ പോവാൻ. ഇതെന്റെ മാത്രമല്ല, അച്ഛൻ്റെ അമ്മയുടെയും കൂടി തീരുമാനം ഞാൻ പറഞ്ഞത്. എനിക്കറിയാം ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന്. എന്നോട് അനുവാദം പോലും ചോദിക്കാതെ അനുപെണ്ണിത് ഉറപ്പിക്കും. വിവാഹം നടത്തുകയും ചെയ്യും. അതിനും നിന്റെ സമ്മതം വേണ്ടേ? നിന്റെ സമ്മതം ഇല്ലാതെ ആരും നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്ക. പെണ്ണ് കാണാൻ വരുന്നു എന്നല്ലേ ഉള്ളൂ. അതിന് നീ ഇത്രയും വിഷമിക്കണ്ട. പിന്നെ നീ സന്ദീപിനോട് ഇക്കാര്യം പറഞ്ഞോ? ഇല്ല. തൽക്കാലം അവനെ അറിയിക്കണ്ട. നിസ്സാര സംഭവമാണെങ്കിലും അവനറിഞ്ഞ വല്ലാതെ വിഷമാവും. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തായാലും എന്നെ സച്ചേനെ ഒന്നും അറിയിക്കാതെ അനുപേട്ടൻ തീരുമാനിച്ചതല്ലേ. അതുകൊണ്ട് ഞാൻ അറിഞ്ഞ ഭാവം കാണിക്കുന്നുമില്ല, അങ്ങോട്ട് വരുന്നുമില്ല. നീ അതോർത്ത് സങ്കടപ്പെടണ്ട. ഏതുവരെ പോവും നോക്കട്ടെ. മറ്റൊരു വഴിയും കണ്ടില്ലെങ്കിൽ ചേച്ചി വേറെ ചിലവ് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കാം നിന്നെ. ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുപിടിക്കണമെങ്കിൽ അതിന് ഒരാളുടെ സഹായം വേണം. സച്ചേനല്ലാതെ മറ്റൊരാൾക്ക് എന്നെ സഹായിക്കാനാവില്ല. ചേച്ചി ഇത് എന്ത് വിചാരിച്ചാ ഈ വിവാഹത്തിന് ഇനി ഇറങ്ങി പുറപ്പെടുന്നത്? ആദ്യത്തേത് മുടങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞതല്ലേ, എല്ലാ തടസ്സങ്ങളും മാറ്റിയിട്ടേ ഞാൻ ഇനിയൊരു വിവാഹത്തിനുള്ളൂ എന്ന്. അന്ന് മുടക്കിയവര് അതേപോലെ കൺമുന്നിൽ തന്നെയുണ്ട്. ആ സന്ധ്യ എന്ന് പറയുന്നവളുടെ ഭർത്താവ് കൂടി വന്നപ്പോ അവളുടെ ശക്തി ഇരട്ടിയായി. അതിന്റെ കൂടെ എങ്ങനെയും ഇത് മുടക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത് നടക്കുന്ന അർച്ചന വേറെയും. ഇത്രയും തടസ്സങ്ങൾ ഉണ്ടായിട്ടും ചേച്ചി ഇതെന്തും പറഞ്ഞ് ഓരോന്ന് തീരുമാനിക്കുന്നേ?
ജോത്സ്യം പറഞ്ഞതല്ലേ മോളെ 7 ദിവസത്തിനകം കല്യാണം നടത്തണമെന്ന്. 7 ദിവസത്തിനകം നടന്നില്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞ് നടക്കുമല്ലോ. എനിക്കപ്പം മതി വിവാഹം. അതുവരെ ഞാൻ കാത്തിരുന്നോളാം. ഈ 4 വർഷത്തിനുള്ളില് ആതിര അവനെ കൊണ്ട് പോവാതിരുന്നാ മതി. ജാതകം നോക്കുന്നവർക്കല്ലേ 7ഉം 4ഉം ഒക്കെ. അല്ലാതെ സ്നേഹിച്ചൊളിച്ചോടുന്നവർക്ക് എന്ത് ദോഷം, എന്ത് ജാതകം. ആ കാര്യത്തിൽ നീ പേടിക്കണ്ട. ആതിര ഇനി സന്ദീപിന്റെ ജീവിതത്തിലേക്ക് വരില്ല. ആ ഒരു ഉറപ്പുള്ളതുകൊണ്ടാ ഞാനിത് വീണ്ടും തീരുമാനിച്ചത്. ആതിരയ്ക്ക് ഉടനെ ഒരു വിവാഹം ഉണ്ടാവും. സന്ദീപിന് പകരം മറ്റൊരു പയ്യൻ. അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടാ നിന്റെ ചേച്ചി നിന്റെ കൂടെ നിൽക്കുന്നത്. നിന്റെ വിവാഹത്തിന് മുമ്പ് അവളെ പെണ്ണ് കാണാൻ ഒരാൾ വരും. അവളുടെ ഇഷ്ടം നോക്കാതെ അത് നടക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ നടത്തും ഞാൻ. അതിനുള്ളത് ദയാനന്ദ മാഷിന്റെയും കമലേടത്തിയുടെയും മനസ്സിലേക്ക് ഇട്ടുകൊടുത്തിട്ടാ ഞാൻ ഈ നിൽക്കുന്നത്. നീ പറഞ്ഞതുപോലെ സന്ധ്യ, അവളുടെ ഭർത്താവ്, പിന്നെ അർച്ചന, ഇവർക്കൊന്നും ഇനി നമ്മളെ ഒരു ചുക്കും ചെയ്യാനാവില്ല. ആദ്യം പറ്റിയ അബദ്ധം ഞാൻ തിരുത്തി കഴിഞ്ഞു. ഇനി പറഞ്ഞാൽ കഥയാണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങളെ അവരുടെ കയ്യിലുള്ളൂ. ചേച്ചി ഇതൊക്കെ പറയുമ്പോഴേ എനിക്ക് ധൈര്യം കിട്ടുന്നത്. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഇനിയും നായ്ക്കോലം കെട്ടുവാണേല് അത് കുറയ്ക്കാനായിരിക്കണം. ഒരു തവണ കൂടി വിവാഹ വസ്ത്രത്തിൽ എന്റെ തല താണു പോയ പിന്നെ ആരും അനക്കെ കാണില്ല. ഈ ഒരു ഉപാധിയോടെ ചേച്ചിക്ക് എന്തും തീരുമാനിക്കാം. എന്റെ വിവാഹം ഉൾപ്പെടെ എന്തും. നീ ഒന്നുകൊണ്ട് മറ്റൊരു ചിന്തയിലേക്ക് പോണ്ട മോളെ. എനിക്ക് നിന്നോട് പറ്റിയ ഒരു തെറ്റിന്റെ പ്രായശ്ചിത്ത ഇനി നടക്കാൻ പോകുന്ന വിവാഹം. ഇത് മുടങ്ങേണ്ട ഒരു സാഹചര്യം വരില്ല. ഇനിയും വിവാഹ വസ്ത്രം എടുത്തണിഞ്ഞ് തല താഴ്ത്തി നിൽക്കേണ്ടി വന്ന അന്ന് ഈ ചേച്ചിയുടെ കയ്യിൽ വിലങ്ങ് വീഴും. തടസ്സമായി നിൽക്കുന്നവരെ മാത്രമല്ല, ഇനിയും തീരുമാനിക്കപ്പെടാത്ത ഒരു കൊലപാതക പരമ്പരയുണ്ട് ഈ അവന്തികയുടെ ജീവിതത്തിൽ. അതിനെല്ലാത്തിനും തീർപ്പ് കൽപ്പിക്കുന്നതും അന്നാവും. താനിതുവരെ കിടന്നില്ലേ? എനിക്ക് സച്ചേട്ടനോട് ഒരു കാര്യം പറയണമായിരുന്നു. എന്ത് കാര്യം? സന്ദീപിന്റെ ആതിരയുടെയും കാര്യം. അതെന്താ പറയാനുള്ളത്? അത് നമ്മൾ പറഞ്ഞുറപ്പിച്ചല്ലേ? നമ്മൾ ഉറപ്പിച്ച പോലെയൊന്നും അല്ല സച്ചേട്ട കാര്യങ്ങള്. എങ്കിൽ വേഗം അത് അച്ഛനോട് സംസാരിക്കാം. സച്ചേട്ടാ, വേഗം ചെന്ന് അച്ഛനോട് പറഞ്ഞ അച്ഛൻ സമ്മതിക്കോ? ഇനി സമ്മതിച്ചാലും അവധിയെടുത്ത് കൂടെ നിൽക്കോ? എല്ലാവരുടെയും സമ്മതമൊക്കെ വാങ്ങി വരുമ്പോഴേക്കും എല്ലാം കഴിയും. താനെന്താ പറഞ്ഞു വരുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ആതിരെ പെണ്ണ് കാണാൻ ആരോ വരുന്നുണ്ടെന്ന്. ഈ കാര്യത്തിൽ നമ്മളെക്കാളും വാശിയ അവന്റെ അടുത്തേക്ക് അനൂപേട്ടനും. സന്ദീപ് ആതിരയും പിരിയേണ്ടി വരും, അല്ലെങ്കിൽ പിരിക്കും എല്ലാരും കൂടെ. ഇതിലിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും എല്ലാം അറിയാം. പിന്നെയും വാശി കാണിക്കുന്നിടത്ത് മിണ്ടാ നിൽക്കാനല്ലേ പറ്റൂ? അല്ല, ഇത്രയും നാളും മിണ്ടാതെ നിന്നതുകൊണ്ടാ ഇതിങ്ങനെയൊക്കെ ആയത്. എല്ലാവരുടെയും സമ്മതം അനുഗ്രഹമൊക്കെ വാങ്ങി വരുമ്പോഴേക്കും അവര് രണ്ടുപേരും ഒന്നുകിൽ ഇഷ്ടമില്ലാത്ത ആളോടൊപ്പം ജീവിച്ചു തുടങ്ങും, അല്ലെങ്കിൽ ഈ ഭൂമി പോലും അവശേഷിച്ചില്ല എന്ന് വരും. അതുകൊണ്ട് ഞാനായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന് സച്ചേട്ടൻ എന്നോടൊപ്പം ഉണ്ടാവണം. ഞാൻ തൻ്റെ കൂടെ ഉണ്ടല്ലോ. താൻ കാര്യം പറയും. രജിസ്റ്റർ മാരേജ്. സന്ദീപിനെ കൊണ്ട് ആതിരെ രജിസ്റ്റർ മാരേജ് ചെയ്യിപ്പിക്കണം. അതല്ലാതെ വേറൊരു വഴിയും തൽക്കാലം മുമ്പിലില്ല. അർച്ചന, താൻ എന്തൊക്കെയായി പറയുന്നേ? രജിസ്റ്റർ മാരേജ് ആയിട്ട് നടത്താനായിരുന്നെങ്കിൽ അത് നമുക്ക് നേരത്തെ ആകാമായിരുന്നില്ലേ? ആരെയും പിണക്കണ്ടെന്ന് കരുതിയിട്ടല്ലേ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാതിരുന്നത്? നമ്മൾ ഇനി അത് ഓർത്തുകൊണ്ടിരിക്കുന്നത് മണ്ടത്തരമാണ്. അല്ലെങ്കിൽ തന്നെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുമോ?
ഇപ്പോ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അർച്ചന, ഞാനൊരു കാര്യം പറയാം. താൻ എന്റെ ഭാര്യയാണ്. താൻ എന്ത് ചെയ്താലും അത് എന്നെ കൂടി ബാധിക്കുന്നതാണ്. ഇങ്ങനൊരു തീരുമാനം എടുത്ത് അത് നടപ്പിലാക്കാൻ നോക്കുമ്പോ ആ ഓർമ്മ എപ്പോഴും വേണം. അതുകൊണ്ടാ ഞാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് സച്ചേട്ടനോട് ചോദിച്ചത്. സച്ചേട്ടന്റെ തീരുമാനത്തിനൊപ്പമേ ഞാൻ നിൽക്കൂ. ഉചിതമായ തീരുമാനം സച്ചേട്ടൻ പറഞ്ഞാൽ മതി. പറയാം. സന്ദീപിന് ആതിരെ കിട്ടണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. സ്നേഹിക്കുന്നവരാണ് ഒരുമിക്കേണ്ടതും. അതിൽ ഞാൻ അർച്ചനയുടെ കൂടെ തന്നെയാ. അത് പക്ഷേ മറ്റാരും വേദനിപ്പിച്ചുകൊണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. രജിസ്റ്റർ മാരേജ് ചെയ്താലും ആതിരയുടെ കാര്യം അറിഞ്ഞാലും അത് അച്ഛന് മുറിവേൽപ്പിക്കും. അച്ഛൻ അറിയാത്തൊരു വിവാഹമാകുമ്പോൾ വേദന കൂടും. രണ്ടാമത്തെ കാര്യം അവന്തികേട്ടത്തിയുടേതാണ്. നന്ദേട്ടൻ ഇല്ലാതിരുന്നിട്ടും ഒറ്റയ്ക്ക് ജീവിച്ച് അനഘയെ വളർത്തി വലുതാക്കി അവളുടെ ആഗ്രഹത്തിന് നെട്ടോട്ട് ഓടുകയാവും ആ പാവം. ഒറ്റ നിമിഷം കൊണ്ട് അതൊക്കെ നശിപ്പിക്കാന്ന് പറഞ്ഞാൽ എനിക്കത് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്.